അതായത് ഞങ്ങൾ രണ്ട് കാര്യങ്ങളാണ് അദ്ദേഹത്തിന് ചെയ്യാൻ ഇനി അനുയോജ്യമായിട്ടുള്ള തീരുമാനം എടുക്കേണ്ടത്. അത് അദ്ദേഹമാണ് എടുക്കേണ്ടത്. അദ്ദേഹം ഒന്നുകിൽ കോൺഗ്രസ്സിന് വിധേയനാവുക, അദ്ദേഹം വർക്കിംഗ് കമ്മിറ്റി അംഗമാണ്, പാർട്ടി നിർദ്ദേശിച്ചതിൻ്റെ ഫലമായി സ്റ്റാൻഡിംഗ് കമ്മിറ്റി, വിദേശകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാനാണ്. ഇത് രണ്ടും അലങ്കരിക്കുന്ന അദ്ദേഹം പാർട്ടിയെ ശക്തിപ്പെടുത്താൻ ശ്രമിക്കുക, പാർട്ടിയുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക. അതല്ല ഇതിനോടൊന്നും സഹകരിക്കാൻ വയ്യെങ്കിൽ ജനങ്ങളെ ഏൽപ്പിച്ച ആ സ്ഥാനം രാജിവെച്ചുകൊണ്ട് ഇഷ്ടമുള്ള തീരുമാനം അദ്ദേഹത്തിനെടുക്കാം. പക്ഷേ പാർട്ടിക്കകത്ത് നിന്നുകൊണ്ട് ഇങ്ങനെയുള്ള പ്രവൃത്തികൾ ചെയ്യുമ്പോൾ ഞങ്ങൾക്കും ബുദ്ധിമുട്ടാണ്. ഒരു വർക്കിംഗ് കമ്മിറ്റിയുടെ അംഗത്തിനെ KPCCയിലെ ഞങ്ങളൊക്കെ കൂടെ എതിർക്കുക എന്ന് പറയുന്നത് ഞങ്ങൾക്കും ബുദ്ധിമുട്ടാണ്. അദ്ദേഹത്തിൻ്റെ ക്രെഡിബിലിറ്റിനെയും ബാധിക്കുന്നുണ്ട്. അതായത് പേഴ്സണലായിട്ട് അദ്ദേഹത്തിന് സമൂഹത്തിലുള്ള സ്ഥാനത്തിനെയും ബാധിക്കുന്നുണ്ട്. ഈ രണ്ടിലൊരു കാര്യം അർജൻറ്റായിട്ട് അദ്ദേഹം ചെയ്യാം. ഞങ്ങൾ ഏതായാലും ഇനി ഇതിനി പ്രതികരിക്കാൻ പോകുന്നില്ല. ഞങ്ങൾ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരിനെതിരായിട്ടുള്ള ജനവിരുദ്ധ നയങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോകാം. അല്ല, മറ്റേ കോൺഗ്രസ് നേതാക്കന്മാരൊഴികെ എല്ലാവരും സ്തുതിക്കുന്നുണ്ട്, അത്യാവശ്യം പിണറായിനെയും സ്തുതിക്കുന്നുണ്ട്. അപ്പോൾ ഏതാ ലക്ഷ്യം എന്നുള്ള അദ്ദേഹം തീരുമാനിക്കട്ടെ. ഞാൻ പറഞ്ഞതാണ്, ഒന്നുകിൽ പാർട്ടിക്ക് വിധേയനായിട്ട് പ്രവർത്തിക്കുക. അങ്ങനെ വന്നാൽ അദ്ദേഹത്തിന് എല്ലാ കാര്യങ്ങളും സഹകരിപ്പിക്കാൻ ഞങ്ങൾക്ക് സന്തോഷമുള്ളൂ. തിരുവനന്തപുരം കോർപ്പറേഷൻ ഞങ്ങളിപ്പോഴും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു ശക്തമായിട്ടുള്ള പ്രചാരണം നടത്താനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ അദ്ദേഹം നമ്മുടെ കൂടിയില്ലെങ്കിൽ നിവൃത്തിയില്ല.